ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 40, ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. സപതി സഹൃദബാലകചേതന നിശചരാന്വയജാഖില ഭൂതന വൃജവധൂഷികേയമിരീക്ഷണം വിമർശദീഷു ഭവന്തമുപാദതേ. അന്വയം അർത്ഥം. ഹൃദബാലക ചേതന, ബാലകന്മാരുടെ ജീവനെ അപഹരിക്കുന്നവളും, നിശചരാന്വയജ, രാക്ഷസ കുലജാതയും, സാ പൂതന, ആ പൂതന, ഇഹ ഗോകുലത്തിലെ, വൃജവധൂഷു ഗോപവനിതകൾ, ക്ഷണം അല്പനേരം, ക ആരാണ്, ഇയം ഇവൾ, ഇതി വിമർശദീഷു എന്നു വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭവന്തം അവിടുത്തെ, സപതി വേഗത്തിൽ, ഉപാദതേ കില കയ്യിൽ എടുത്തു. ഹരിവോ. സാരം. അനവധി ശിശുക്കളെ കൊന്നുകഴിഞ്ഞു പൂതന അതിസുന്ദരമായ രൂപമെടുത്തെ ഗോകുലത്തിൽ കടന്നപ്പോൾ ഗോപവനിതകൾ അത്ഭുതപ്പെട്ടു. അവൾ ആരെന്ന് ചിന്തിച്ചു. അവളാകട്ടെ കൃഷ്ണനെ മടികൂടാതെ വേഗം കയ്യിലെടുത്തു. ഹരിവോ. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. ലളിതഭാവവിലാസഹൃദാത്മിഭിം യുവതിഭിः പ്രതിരോദ്ധുമപാരിതാം സ്തനമസൗ ഭവനാന്ത നിഷേദുഷി പ്രദദുഷി ഭവദേ കപടാത്മനി. അന്വയം അർത്ഥം. ലളിതഭാവവിലാസ ഹൃദാത്മിഭി, മധുരങ്ങളായ ഭാവപ്രകടനങ്ങൾ കൊണ്ടും സൗന്ദര്യചേഷ്ടകൾ കൊണ്ടും ആകർഷിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായ യുവതിഭി, യുവതികളാൽ, പ്രതിരോധം തടയാൻ, അപാരിത കഴിയപ്പെടാത്തവളായ, അസൗ ഈ പൂതന, ഭവനാന്ത നിഷേധുഷി ഗൃഹത്തിനുള്ളിലിരുന്നു കൊണ്ട്, കപടാത്മനെ മായാരൂപത്തോടുകൂടിയ, ഭവതേ അവിടത്തേക്കായി, സ്തനം മുല, പ്രദദുഷി നൽകി. ഹരിവോ. സാരം. അത്യന്തം ആകർഷകങ്ങളായ വിലാസചേഷ്ടകളാൽ ഹൃദയം ആകർഷിക്കപ്പെട്ട ഗോപസുന്ദരിമാർക്ക് പൂതനയെ തടയാനായില്ല. അതിനാൽ അവൾ ഗൃഹാന്തർഭാഗത്തെ ഒരിടത്തു തന്നെ ഒഴിഞ്ഞുമാറി മായാസ്വരൂപനായ ശ്രീകൃഷ്ണനെ മൂലം പകർന്നു കൊടുക്കാൻ തുടങ്ങി. ഹരിവോ.